ഈ കാണുന്ന പർവ്വത രാജാക്കന്മാര് 100 വർഷമായിട്ടും അവരുടെ മലയുടെ അടിയിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ കയ്യിലൊരു മാജിക് ക്ലോത്ത് ഉണ്ട്. ആ ടേബിൾ ക്ലോത്ത് വെച്ച് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എപ്പോ വേണമെങ്കിലും കഴിക്കാം. അത് കാരണം കൊണ്ട് തന്നെ അവരുടെ ജീവിതകാലം മുഴുവനും തിന്ന് അവര് തീർത്തോണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വയററിയാതെ കഴിച്ച് അവർക്ക് അനങ്ങാൻ സാധിക്കാതെ അവിടെ തന്നെ അവര് കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കമെണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഫുഡ് വരുത്തി അവർ തിന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഇതറിഞ്ഞ മലയാടി വാരത്തിലേക്ക് വന്ന ഒരാൾക്ക് ആ ടേബിൾ ക്ലോത്ത് സ്വന്തമാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ ഒരു ക്ലോത്ത് ഉള്ളത് കൊണ്ടാണ് പർവ്വത രാജാക്കന്മാര് ജീവൻ നിലനിർത്തുന്നത്. അതുകൊണ്ട് അവര് ഈസി ആയിട്ട് ആ ക്ലോത്ത് കൊടുക്കില്ലെന്ന് ആ മണ്ടന് മനസ്സിലായില്ല. അതുകൊണ്ട് ചോദിച്ചു വന്നവനെ പെട്ടെന്നൊരു രാജാവ് ആ ക്ലോത്തിലൂടെ ഒരു തേങ്ങ വരുത്തിയിട്ട് അതവന്റെ മണ്ടക്കെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അപ്പൊ ഇതവന്റെ കൂടെ വന്ന പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു. ഉടനെ അല്ലേ ഫ്രണ്ടിലേക്ക് വന്നിട്ട് കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് അവരെ നേരിടേണ്ടത് എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ രാജാക്കന്മാരോട് നോക്കാൻ പറഞ്ഞു. എന്നാൽ വെള്ളത്തിലൂടെ അവരുടെ മുഖം കണ്ട ഗോഡ്സ് ഷോക്കായി പോവാണ്. സംഭവം പണ്ട് അവര് സ്ലിം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നെങ്കിൽ ഇപ്പൊ അവര് മെത്ത മടക്കി വെച്ച പോലെ വണ്ണിച്ചിരിക്കുകയാണ്. ഇത് കണ്ട മൗണ്ടൈൻ കോട്സിന് ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് അവര് 2 സ്ഥലത്തേക്ക് മാറിയിരുന്നിട്ട് കഴിഞ്ഞ കാലത്തെ പറ്റി ആലോചിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ എങ്ങനെയെങ്കിലും വെയിറ്റ് ലോസ് ചെയ്തിട്ട് പഴയ രൂപത്തിലേക്ക് മാറാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് അവർ ആ ടേബിൾ ക്ലോത്ത് എല്ലിക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചു. അടുത്ത സെക്കൻഡിലെ എല്ലി ആ ടേബിൾ ക്ലോത്ത് വലിച്ചെടുക്കുകയാണ്. അപ്പൊ 100 വർഷം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ടേബിൾ ക്ലോത്ത് പോകുന്നത് കണ്ട് മൗണ്ടൈൻ കോട്സിന് ഭയങ്കര വിഷമമായി. അങ്ങനെ ആ ടേബിൾ ക്ലോത്ത് അവരുടെ അടുത്തുനിന്ന് ദൂരത്തേക്ക് പോകും തോറും സഹിക്കാനാവാതെ 2 ഗോഡ്സും അവിടെ നിറങ്ങി മുന്നോട്ട് ഓടാൻ തുടങ്ങി. പക്ഷെ അവര് ഫാറ്റ് ആയതുകൊണ്ട് സ്പീഡിനോടെ അവർക്ക് എല്ലിയുടെ അടുത്ത് എത്താൻ സാധിച്ചില്ല. ആ സമയത്ത് എല്ലി അവളുടെ ഫ്രണ്ടിനെ വലിച്ചഴിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. നോക്കുമ്പോ പുറകെ ഓടി വന്ന മൗണ്ടൈൻ കോട്സ് പാറക്കിടയിൽ സ്റ്റക്ക് ആയി പോയി. ശേഷം എല്ലിയും ജാക്കും കൂടി ആ ക്ലോത്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വെച്ച് അൺലിമിറ്റഡ് ഫുഡ് വരുത്തിയിട്ട് ആൾക്കാർക്ക് സെല്ല് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ക്ലോത്ത് കാരണം ഭക്ഷണമില്ലാതെ അവിടെ നടന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ആശ്വാസമായി. അങ്ങനെ ജാക്ക് അവരുടെ ഹീറോ ആയിട്ട് മാറുകയാണ്.